ഇതെൻ്റെ മോളാണ് കുഞ്ഞാറ്റ. അവളെ അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രിക്ക് ഉപയോഗിച്ചു. ആൾ അക്ഷരമൊക്കെ ഏകദേശം കഴിയാറായി. അപ്പോൾ അത് സ്ഥാനം തെറ്റാതെ ഓർഡറായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഞാൻ ഉപയോഗിച്ചു. അത് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ. നമ്മുടെ വീട്ടിലും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ രീതിയിലൊന്ന് ചെയ്തു കൊടുത്താൽ വളരെ യൂസ്ഫുൾ ആവും. കാരണം കളേഴ്സും ഒക്കെ അവരെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഈ രീതിയിലൊരു ചാർട്ട് എടുത്തു. ചാർട്ടിലെ അക്ഷരങ്ങളൊക്കെ കറക്റ്റായിട്ട് എഴുതി അത് കാണത്തക്ക രീതിയിൽ വേണം എഴുതാനായിട്ട്. അപ്പോൾ ഒരു ഭിത്തിയിലൊക്കെ ഒട്ടിച്ചാലും അത് കുഞ്ഞുങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ വേണം എഴുതാനായിട്ട്. ഇതിനൊരു യൂസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അക്ഷരമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കാണിത് യൂസ് ആവുന്നത്. എന്നിട്ട് അത് ഓർഡറായിട്ട് എഴുതാനായിട്ട് അവരുടെ മനസ്സിലായ ഒരു ഇമേജ് അങ്ങ് എന്താ പറയുക ഫിക്സ് ആയിക്കോളും. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് നാളായി ചാർട്ടൊക്കെ എഴുതിയിട്ട്. ഇത് ഞാൻ എൻ്റെ സ്റ്റഡി നോട്ട്സാണ്. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനൊരു ഐഡിയ തോന്നിയത്. അപ്പോൾ കുഞ്ഞിന് ഇത് എന്നും ഡെയിലി കാണത്തക്ക രീതിയിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ അവൾ അക്ഷരങ്ങളുടെ ഓർഡറൊക്കെ കറക്റ്റായിട്ട് ചെയ്യുമെന്നുള്ള ഒരു ധാരണയിലാണ്. ആൾക്ക് അക്ഷരമൊക്കെ എഴുതാനറിയാം. ലെഫ്റ്റ് ഹാൻഡായതുകൊണ്ട് ഒരുപാട് പ്രയാസപ്പെട്ടു. അപ്പോൾ അക്ഷരം പഠിപ്പിച്ച ഞാനിപ്പോൾ ഇവിടെ അടുത്തൊരു ചേച്ചിയെ കൊണ്ടാണ് പഠിപ്പിച്ചത്. വളരെ നന്നായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് ആൾ.